സുദീപിന് സിറിലിന്റെ ഫോൺ വരുന്നു. പോലീസ് തന്നെ അന്വേഷിക്കുന്നുണ്ടെന്നും പിടിച്ചാൽ താൻ അകത്താകുമെന്നും പറഞ്ഞ് സുദീപിനെ ഭീഷണിപ്പെടുത്തുന്ന സിറിൽ. സുദീപിന്റെ കല്യാണത്തിന് എന്താ പ്ലാനെന്ന് ശ്രുതിയോട് ചോദിക്കുന്ന അരുൺ തോമസ്. വഴിയരികിൽ സബിതയെ ചോദ്യം ചെയ്യുന്ന സുദീപ്. സമയവും സന്ദർഭവും ഒത്തുവരുമ്പോ എല്ലാം നിന്നോട് പറയാൻ തന്നെയാ വിചാരിച്ചത്. അപ്പോ അതിന്റെ പുറകിൽ കഥയുണ്ടല്ലേ? ശ്രുതിയെപ്പറ്റി തനിക്ക് കൂടുതൽ അറിയണമെന്ന് വാശി പിടിക്കുന്ന സുദീപ്. ഇനി തുടർന്ന് കാണുക. ഇറക്കി വിടാനോ? എന്തേ പറയുന്നേ? നാടകം കളിച്ച് കഥയുണ്ടാക്കി പഴച്ചവക്ക് കേറി താമസിക്കാനുള്ള വീടല്ല നമ്മുടേത്. കല്യാണം കഴിഞ്ഞ് എന്റെ കയ്യും പിടിച്ച് ഒരു പെൺകുട്ടി കയറി വരാനുള്ള വീടത്. അപ്പോ ഒരു ദുശകനം പോലെ അവൾ അവിടെ വേണ്ട ഏട്ടത്തി. ജലചേച്ചി പറഞ്ഞ തന്നെ ശരി. അന്ന് ഞാനത് സപ്പോർട്ട് ചെയ്തില്ല. അത് തന്നെയാ ശരി. ചേച്ചി കയറ്, ഞാൻ കോളേജിൽ വിടാം. എത്രേ? 40. വെയിറ്റ് ചെയ്യണോ? വേണ്ട. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രവി അകത്തുണ്ട് മാഡം. ആ. രവി എന്താ സബി? രവി എന്താ നിങ്ങളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? സ്വിച്ച് ഓഫ് ആണല്ലോ. ഫോൺ എടുക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഇന്ന് കോളേജിൽ പോയില്ലേ? പോയി. ആകെ പ്രശ്നമായി. എന്ത് പ്രശ്നം? കോളേജിലല്ല, നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സകല കള്ളത്തരങ്ങളും എനിക്ക് പൊടിമോനോട് പറയേണ്ടി വന്നു. പൊടിമോനോടോ? എല്ലാം അവൻ അറിഞ്ഞു. എന്ത് പ്രശ്നം? നമുക്ക് വേഗം ശ്രുതിയെ പോയി കാണാം. വേഗം വാ. ധനുഷേ, ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഓക്കെ സാർ. എന്റെ റൂമിൽ വെച്ചാൽ മതി. സാർ പോവാണോ? ഉച്ചക്ക് മുമ്പ് വരില്ലേ? രാജേഷ് സാർ വരൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചു. ശരി സാർ. സബി ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. അയാൾ അവളെ വിടുവോ? അത് ഞാൻ അവളോട് സംസാരിക്കാം. എനിക്കിങ്ങനെ വായിട്ടടിച്ച ശീലമില്ല. പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ നിമിഷം മുതൽ നമ്മൾ പണി തുടങ്ങും. എന്തുട്രാ? സാറിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരെ? നിന്നെ കാണാനാ? അല്ല, സാറിനെ. ആരപ്പത്? രവി സാറ്. ഏത് രവി? ശ്രുതി മാഡത്തിന്റെ. ഒന്ന് ഹോൾഡ് ചെയ്യണട്ടാ. മുടി നീട്ടി വളർത്തി ആക്കിടിയാ? മുടികടി? അതെ സാർ. ഇതിപ്പോ എന്തിനിപ്പോ കാണണേ? വരാൻ പറടാ. ആ പറടോ. എനിക്ക് ഒറ്റ വാക്കേ തന്നോട് പറയാനുള്ളട്ടാ.
പണി തീർന്നിട്ട് എനിക്കിട്ട് പണിയാൻ നിൽക്കരുത്. നല്ല 2 JCBയും തണ്ടും തടിയുള്ള 4-5 പണിക്കാരുണ്ട് ഈ അരുൺ തോമസിന്. 1/2 മണിക്കൂർ മതിട്ടാ. പണം തരുമെന്ന് താൻ പറഞ്ഞ് തനിക്ക് വേണ്ടി ഞാൻ കെട്ടിപ്പൊക്കിയ വീട് വെറും ഇഷ്ടികയും മണലും ആക്കാൻ. അല്ലേ രവി സാറേ? കാശ് ഞാനങ്ങോട്ട് വേണ്ടെന്ന് നോക്കിട്ടെ. പക്ഷേ വിശ്വാസവഞ്ചന അതിനി ഏത് കള്ളം നാറി കാണിച്ചാലും ഈ അരുൺ തോമസ് പൊറുകില്ല. അല്ലേ രവി സാറേ? എന്നാ ശരി, ആലോചിച്ച് വിളിക്കടാ. എന്താ രവി സാറേ ഈ വഴിക്കൊക്കെ? അനിയൻകുട്ടം വന്നൂല്ലേ? അവൻ വന്നു. എനിക്ക് ശ്രുതി ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. കല്യാണം അടുത്ത് വരികയല്ലേ. സുധി, ഒന്ന് ക്യാബിനിലേക്ക് വന്നേ. ഇപ്പൊ വരൂട്ടാ. കല്യാണ തീയതിയൊക്കെ അടുത്തല്ലേ? നമ്മള് മറന്നുട്ടാ. താനിപ്പോ കുടുംബക്കാരിയായില്ലേ? സന്തോഷായിട്ടാ. ഇതൊക്കെ ഒരു ഭാഗ്യാണേ. ഒരു അന്തസ്സുള്ള തറവാട്ടിലെ കുട്ടി എന്നൊക്കെ പറയുമ്പോ നമ്മുടെ 6-ാം തമ്പുരാനിലെ മഞ്ജു വാര്യരെ ഓർമ്മ വരും. അല്ലേ രവി സാറേ? എന്താ രവിയേട്ടാ വന്നേ? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ശ്രുതി. ഫോണിൽ കൂടെ സംസാരിക്കേണ്ട കാര്യമല്ല, അതാ നേരിട്ട് വന്നേ. കാറില് സബിത ഇരിപ്പുണ്ട്. കുടുംബക്കാരിയാ? അപ്പോ ശ്രുതിയാണല്ലേ നിങ്ങളുടെ കുടുംബക്കാരിയൊക്കെ തീരുമാനിക്കണേ? അല്ല, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അതങ്ങനെ തന്നെയാണല്ലോ. ഇന്നും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. അതിനിപ്പോ എന്തുട്ടാ പുറത്തു പോണേ? നമ്മുടെ ഓഫീസിന്റെ ലോബിയിലിരുന്നാ പോരെ? ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ? പിടിപ്പത് പണിയുണ്ടാ. സർ, ഒരു 1/2 hour മതി, അപ്പോഴേക്കും തിരിച്ചെത്താം. പ്ലീസ് സർ. സോറി അരുൺ, ജസ്റ്റ് 1/2 hour. ഇനി ബുദ്ധിമുട്ടിക്കില്ല. ദിസ് ഈസ് ദ ലാസ്റ്റ്. അത് കുഴപ്പമില്ലട്ടാ, ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. നമ്മുടെ രവി സാറ് പറഞ്ഞാ പിന്നെ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. കാര്യങ്ങൾ പറയുന്നതിന് ഇത്രയും വീർപ്പുമുട്ടലിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് കാര്യമാണെങ്കിലും എന്റെ മുഖത്ത് നോക്കി പറയുന്നതാണ് ശരി. അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം. മുഖവരെയും ആമുഖം ഒന്നും വേണ്ട. കേട്ടോ രവി സാറേ? നമ്മുടെ പൊടിമോൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അറിഞ്ഞോ? ആരറിയിച്ചു? ആരും അറിയിച്ചതല്ല, അവൻ മനസ്സിലാക്കിയതാ. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഒരു സൂചന. നമ്മള് നിന്നെപ്പറ്റി ഒരു കഥ അവനോട് പറഞ്ഞു കൊടുത്തല്ലോ. നീ സുരഭിയുടെ അനുജത്തിയാണെന്നും പറഞ്ഞ്. അവന് സുരഭിയും തമ്മി ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്തപ്പോ അറിഞ്ഞതാണെന്ന്. ഇന്നവൻ ജയസുധയുടെ വീട്ടിലും പോയിരുന്നു.
അവിടുന്ന് അവളും അമ്മയും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചു കാണും. ശകല നീരസത്തിലാണല്ലോ ഇന്നലെ അവള് പോയത്. എല്ലാ കള്ളങ്ങളും എല്ലാ കാലത്തും എല്ലാവരിൽ നിന്നും മറക്കാൻ പറ്റില്ലല്ലോ രവി സാറ്. കള്ളം 1000 ആവർത്തിച്ച് പറഞ്ഞാലും സത്യമായി തീരില്ലല്ലോ. എപ്പോഴായാലും ഇതറിയെന്നും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്നും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ. അതിന് മറുപടി ഉണ്ടാവോന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതേ നിൽപ്പ്, അതേ ചോദ്യം. ഉണ്ടോ ഉത്തരം? പറ. ഉണ്ടോ ചേച്ചി? ഉണ്ടോ? എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്റെ മനസ്സ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു പരിഹാരം പറ. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൊടിമോൻ പറയട്ടെ എല്ലാത്തിനും ഒരു പരിഹാരം. ഇതിപ്പോ വീട്ടിലെല്ലാവരും അറിയുമ്പോ അവരെ പറഞ്ഞു പറ്റിച്ചു എന്ന് അവർക്ക് തോന്നില്ലേ? അങ്ങനെ തോന്നും. എപ്പോഴായാലും അച്ഛനും അമ്മയും ഇക്കാര്യം അറിയെന്ന് നിങ്ങൾക്കറിയാം. അന്ന് പറഞ്ഞോളാം ഇതിന്റെ മറുപടി എന്ന് ആശ്വസിച്ചിരിക്കായിരുന്നു നിങ്ങൾ. ഓരോ നിമിഷവും ഓരോ ദിവസവും നിങ്ങൾ അവരോട് കള്ളം പറയായിരുന്നു. ഈ പൊടിമോൻ വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമെന്ന് നിങ്ങൾ ആലോചിക്കാതിരുന്നത് എന്താ? എന്നേക്കാൾ ജീവിത പരിചയവും ലൈഫ് എക്സ്പീരിയൻസും ഉള്ളവരല്ലേ നിങ്ങൾ രണ്ടുപേരും. വിദ്യാഭ്യാസമുള്ളവർ, സമൂഹത്തിൽ വിലയുള്ളവർ. ഒരാൾ അധ്യാപിക, ഒരാൾ എഴുത്തുകാരൻ. ഒരു കുഞ്ഞിനു വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരമ്മയുടെ മനസ്സ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിക്കാതിരുന്നത് എന്താ? ഇതിനെല്ലാം ഒരു പരിഹാരമാ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എല്ലാ തെറ്റും ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങൾ സുരക്ഷിതരായിരുന്നു. എല്ലാം ഞാൻ പറയാം. നിങ്ങളുടെ പൊടിമോനോടും അച്ഛനോടും അമ്മയോടും എല്ലാം എല്ലാം ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോളാം. അതൊക്കെ പിന്നെയും പിന്നെയും കൂടുതൽ കുഴപ്പങ്ങളിലേക്കല്ലേ ചെല്ലുന്നത്? ഇത് രണ്ടാണെങ്കിലും അതല്ലേ ഫലം. ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രസവിച്ച് നിങ്ങൾ കൈക്കുഞ്ഞുമായി കയറി ചെല്ലുമ്പോ ഞാൻ പറഞ്ഞ ഈ പിഴച്ച സ്ത്രീയുടെ കഥ തന്നെയല്ലേ എന്നെപ്പറ്റി നിങ്ങൾ പറയാൻ പോകുന്നത്. അതിനേക്കാളും നല്ലത് അതിപ്പോഴേ നിങ്ങൾക്കങ്ങ് തുറന്ന് പറയുന്നതല്ലേ കൂടുതൽ സുരക്ഷിതം. ഇതൊക്കെ അവര് വിശ്വസിക്കോ? കാരണം ഇത്രയും കാലം കള്ളങ്ങൾ മാത്രമാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു പറ്റിച്ച കഥയാണെന്ന് പറഞ്ഞാൽ മതി. അതിൽ സുരഭി എന്ന സ്ത്രീയുടെ അനുജത്തി എന്ന കള്ളം മാത്രമേ നിങ്ങൾ പറഞ്ഞതുള്ളൂ. അതും ഞാനായിട്ടുണ്ടാക്കിയ കഥയാണെന്ന് പറഞ്ഞാൽ മതി. ഒരു തീരുമാനം പറ രവി. ഇതിലിപ്പോ 2 കാര്യങ്ങളെ തീരുമാനിക്കാനുള്ളൂ. ഒന്ന്, ശ്രുതിയുടെ തീരുമാനം അംഗീകരിക്കുക. അല്ലെങ്കിൽ മറ്റൊന്നും നോക്കാതെ നമ്മളൊരു ഉറച്ച തീരുമാനത്തിലെത്തുക. ശരി, അവനോട് ഞാൻ സംസാരിച്ചോളാം. അതൊക്കെ മനസ്സിലാക്കാനുള്ള മനസ്സ് അവനുണ്ട്. ശ്രുതി എങ്ങും പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്നാ മതി. പ്രസവത്തിന് സമയമാവുമ്പോൾ അവിടുന്ന് കൊണ്ടുപോവാം. ബാക്കിയൊക്കെ അതിനുശേഷമല്ലേ. എന്നെ അവിടുന്ന് പറഞ്ഞു വിടണമെന്നല്ലേ നിങ്ങളുടെ പൊടിമോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് സമ്മതിക്കൂ? ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അവൻ എന്റെ അനിയനാ, എന്റെ ചോരയാ. ജലചേച്ചി ഓരോന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് വഷളാക്കാൻ നോക്കിയതാ. പേഴ്സണലി പൊടിയുമോന് ശ്രുതിയോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞപ്പോ പൊടിയുമോൻ നെഗറ്റീവായിട്ട് ചിന്തിച്ചു. ഞാനിത് ഏറ്റെടുത്തോളാം. അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ശ്രുതി നമ്മുടെ വീട്ടിൽ നിൽക്കും. ഈ പൊടിമോനെ അത്രയ്ക്ക് വിശ്വാസമാണ് രവി സാറിന്? പ്രായത്തിലൊരല്പം ഇളയതാണെങ്കിലും എന്റെ അച്ഛൻ പോലും കൂടുതൽ ബഹുമാനിക്കുന്ന അവനെയാ. ശ്രുതി പറഞ്ഞതുപോലെ ഞാൻ വെറുമൊരു എഴുത്തുകാരൻ, സബി വെറുമൊരു അധ്യാപിക. ഞങ്ങളെക്കാൾ വിവേകബുദ്ധിയുള്ളവനാ എന്റെ അനുജൻ സുദീപ്. എന്താ ചിരിച്ചത്? ഏയ്, ഞാൻ വെറുതെ ചിരിച്ചതാ. എങ്കി വാ, തന്നെ ഓഫീസിൽ വിട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാം. അവനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. വാ സബി.
പൊടിമോന്റെ ബൈക്കില്ലല്ലോ. അവൻ പുറത്തു വല്ലതും പോയതായിരിക്കും. ഈ സംസാരിച്ച വിഷയമൊന്നും അച്ഛനും അമ്മയും അറിയണ്ട. നമ്മൾ നടത്തിയതെല്ലാം കള്ളക്കളിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കാണുമെന്ന് എന്റെ പേടി. നീ വാ, നമുക്ക് നോക്കാം. ആ ദേ പിള്ളേര് വന്നേ. അവര് വന്നോ? അച്ഛാ, പൊടിമോൻ ഇതുവരെ വന്നില്ല. വന്നായിരുന്നു. മോളെ കോളേജിൽ വിട്ടിട്ട് വന്നായിരുന്നു. സൗദ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തോ ഉണ്ടാക്കി വെച്ചിരുന്നു. ആരോടും പറയാതെ ഒറ്റ പോക്ക. വെറുതെ കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കി വെക്കും. അതെ, ഇനി രാത്രിയിലത്തേക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഉള്ള ചോറും കറിയൊക്കെ കഴിച്ചാൽ മതി. ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ചെറുക്കൻ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. ഒന്ന് കൂടെ നിന്ന് സഹായിക്കാനുള്ളതിന് പകരം ഇല്ലാത്ത ഓരോ ശീലങ്ങൾ. അവന്റെ പഴയ പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ കാണില്ല അച്ഛാ. അവൻ ആ സിറിലിന്റെ അടുത്ത് എങ്ങാനും പോയി കാണും. ആ ഏതായാലും നിങ്ങൾ ഡ്രസ് മാറ്, ഞാൻ ചായ എടുക്കാം. അതെ, നിങ്ങൾ ഭാനുവിന്റെ വീട്ടിൽ പോയിട്ട് ജയസുധയെ കണ്ടായിരുന്നോ? ആ കണ്ടു. സംസാരിക്കുകയും ചെയ്തു. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. ആ, മോനെ, എന്താ അച്ഛാ? ഒരു ലേഹ്യം പൂജിച്ചത് കഴിക്കാനായിട്ട് കൊണ്ട് തന്നില്ലേ മണ്ണാർശാലേന്ന്? അത് കഴിക്കുന്നില്ലേ? പിന്നെ കഴിക്കുന്നുണ്ട്. തീരാറായോ? കുറച്ചുകൂടെ ഉണ്ട് അച്ഛാ. ഓ, അതിന്റെ ഫലം വല്ലതും ഉണ്ടാകുമോ? നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയില്ലേ അച്ഛാ, നല്ലതേ വരൂ. പക്ഷേ സൗദ മുറിയടിച്ചു വാരിയപ്പം കുപ്പേന്ന് കിട്ടി ആ പൂജിച്ച ലേഹ്യം. എല്ലാ അച്ഛനമ്മമാർക്കും മക്കളെ വലിയ വിശ്വാസമായിരിക്കും. പക്ഷേ ജന്മം തന്നവരെ മക്കള് വിശ്വസിക്കുമോ എന്നറിയത്തില്ല. കാലം മാറിയില്ലേ? അച്ഛാ, അത് നീ ചെല്ല്, ക്ഷീണിച്ചു വന്നതല്ലേ. സൗദേ, എനിക്കൂടെ ഒരു ചായ എടുത്തു. പൊടിമോനെ, നീ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നില്ലേ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ പൊടിമോനെ? അച്ഛനും അമ്മയും കാത്തിരിക്കലായിരുന്നു. വിളിക്കാൻ നേരം കിട്ടിയില്ല. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഞാനും അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംസാരം നമുക്കിടയിൽ മാത്രം മതി. അച്ഛനും അമ്മയും ഒന്നും അറിയണ്ട. എന്താണ് പ്രശ്നം? രണ്ടാളുടെ ലീവ് എടുത്താണല്ലോ തന്നെ കാണാമെന്ന്. കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. അവനിന്ന് തന്ത്രപരമായി സബിതേച്ചിയുടെ അടുത്തുനിന്ന് എന്റെ ചരിത്രങ്ങളെല്ലാം മനസ്സിലാക്കി. അവൻ അന്വേഷിക്കല്ലോ താൻ എങ്ങനെ എത്തിയെന്നും എന്താ തന്റെ ഉദ്ദേശം എന്നൊക്കെ. അവരോട് അവൻ അവന്റെ തീരുമാനങ്ങളും പറഞ്ഞു. എന്തൊട്ട് തീരുമാനം? എന്നെ എത്രയും വേഗം അവിടുന്ന് പുറത്താക്കണമെന്ന്. അതിനെന്താടോ സംശയം?
അവൻ മനസ്സിൽ കെട്ടിപ്പൊക്കിയ കല്യാണപ്പന്തൽ താനായിട്ട് അങ്ങോട്ട് താർക്കാൻ അവൻ നിന്നൊരുടോ. ഇന്ന് രാത്രി മുതല് താൻ തെരുവിലാണല്ലേ?